ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ 10ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത് അതിന്റെ 1ഉം 2ഉം പാർട്ട് നമ്മൾ ഇട്ടാണ്. ഇത് 3ാമത്തെ പാർട്ടാണ്. അതിനകത്തിൽ 1ാമത്തെ പാർട്ടിനകത്തിൽ എന്താണ് ഇലക്ട്രിക് ചാർജ്, അതിന്റെ ഇംഗ്ലീഷ്, അതിന്റെ മലയാളം. അഥവാ കാണാത്തവരുണ്ടെങ്കിൽ ഇലക്ട്രിക് ചാർജിനെ ക്യൂ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ നോക്കൂ നിങ്ങളെ. അത് ഒന്ന്. രണ്ടാമത്തെ ആറ്റം എന്നാൽ എന്താണ്? ആറ്റം അല്ലേ, അതിന്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. ആറ്റത്തിനുള്ളിലേക്ക് നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട് ഇൻസൈഡ് ആൻ ആറ്റം. അതായത് നമ്മുടെ ആറ്റത്തിന് ഞാൻ കഴിഞ്ഞ 2ാമത്തെ പാർട്ടിനകത്തിൽ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ നിങ്ങൾ? ഞാൻ അന്നേരം ഓർത്തില്ല, പിന്നീട് ഞാനത് കണ്ടപ്പോഴാണ് കേട്ടോ. അത് എവിടെ തെറ്റിയെന്ന് ഞാൻ പറയാം. വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റംസ്? ആറ്റത്തിൻ്റെ പ്രധാന കണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ് കേട്ടോ. പിന്നെ അതിനെക്കുറിച്ചൊക്കെയുള്ള എന്നാണ് ന്യൂക്ലിയസ് ആണ് അതിൻ്റെ സെൻറ്റർ. പ്രോട്ടോണും ന്യൂട്രോണുമാണ് ന്യൂക്ലിയസിലെ പ്രധാന കണങ്ങൾ. പിന്നെ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഈച്ച് ഓഫ് ദീസ് പാർട്ടിക്കിൾസ്? ഇവ ഓരോന്നിൻ്റെയും ചാർജ് എഴുതാൻ നമ്മളോട് ചോദിച്ചു. പ്രോട്ടോണ്, പോസിറ്റീവ്, ഇവിടെ മുതലാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നമുക്ക് ന്യൂക്ലിയസ്, ദ സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം, ആറ്റത്തെക്കുറിച്ച് തുടങ്ങി. ആറ്റം എന്നാൽ എന്തെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആറ്റത്തിനകത്തിൻ്റെ ഏറ്റവും നടുക്കായിട്ടിരിക്കുന്ന സാധനമാണ് ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ കേന്ദ്രമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ന്യൂക്ലിയസിൻ്റെ പ്രധാന കണങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ പ്രോട്ടോണും ന്യൂട്രോണും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇവ ഓരോന്നിൻ്റെയും ചാർജുകൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല കുഞ്ഞുങ്ങളെ കേട്ടോ. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ ഈ പ്രോട്ടോണും ഇലക്ട്രോണും തങ്ങളിൽ തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ഞാൻ പറഞ്ഞപ്പോൾ അത് തിരിഞ്ഞായിരുന്നു, സ്പീഡിൽ പറഞ്ഞതാവും നിങ്ങളെ. അത് എവിടെ തെറ്റിയെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഇലക്ട്രോൺ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്, അങ്ങനെയൊക്കെ കുറേ നമ്മുടെ ടെസ്റ്റിൽ കുറേ ഇതുപോലെ 1 വേർഡ് ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ നമ്മൾ 1ഉം 2ഉം പാർട്ടി പറഞ്ഞതാ. ഇനി ഇത് കേട്ടവർക്ക് അതൊക്കെ അങ്ങ് ബോറടിക്കും കേട്ടോ. അതുകൊണ്ട് നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ആറ്റം മെയ്ഡപ്പ് ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. എന്നാൽ ന്യൂക്ലിയസ് മെയ്ഡപ്പ് ഓഫ് പ്രോട്ടോണും ന്യൂട്രോണുമാണ് കേട്ടോ. മെയ്ഡപ്പ് എന്നല്ല, കണ്ടെയ്ൻസ്, അതിനകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന്. ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ഇലക്ട്രോൺ മൂവ് അറൗണ്ട്, ആ പടം നിങ്ങൾ നോക്കി അറിയാം കേട്ടോ. പടം ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്താ? മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ആൻ ഓർബിറ്റ് ആൻഡ് ഹാവ് എ നെഗറ്റീവ്. എന്താ? മൂവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓർബിറ്റ് ആൻഡ് ഹാവ് എ നെഗറ്റീവ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ആ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുകയും അതിന് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കുറേയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആയിരിക്കണം കേട്ടോ. അടുത്ത ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാക്കാൻ, അതായത് ന്യൂട്രൽ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. എന്താ കുഞ്ഞുങ്ങളെ? ന്യൂട്രൽ ആക്കണമെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോണും നമ്പർ ഓഫ് ഇലക്ട്രോണും, അതായത് ഒരു സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ അത് ന്യൂട്രലായി പോകും. നമ്മൾ മാത്സിൽ പഠിച്ചതാണ് അല്ലേ? 6 + 6 - 6, ഒരു സംഖ്യ തന്നെയാണ് ഡിഫറൻറ്റ് സൈൻ വന്നാൽ അത് 0 ആയി പോകും കേട്ടോ. വാട്ട് ഈസ് ദ ചാർജ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ, ഒത്തിരിയും പറഞ്ഞതാ. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ എഴുതിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. അടുത്ത നമ്മൾ when an atom loses electrons it become positively charged and when it gains electrons it becomes negatively charged. ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ഉള്ളതായും ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോൾ അത് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറുന്നു എന്നും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ ഒരു എക്സ്പെരിമെൻ്റ് പോലെ, ഒരു എക്സ്പെരിമെൻ്റ് അല്ല, ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഗ്ലാസ് റോഡും സിൽക്കും കൂടി ഉരസുമ്പോൾ കേട്ടോ, ഗ്ലാസ് റോഡും സിൽക്കും കൂടി ഉരസുമ്പോൾ പോസിറ്റീവ്, നമ്മളിപ്പോൾ പറഞ്ഞ ആ തിയറം വെച്ചല്ലേ, പോസിറ്റീവ് ചാർജ് അവിടെ ഗ്ലാസ് റോഡും നെഗറ്റീവ് ചാർജ് സിൽക്കുമാണ്. അതുപോലെ എബനൈറ്റും വൂളൻ ക്ലോത്തും കൂടെ ചെയ്യുമ്പോഴും പോസിറ്റീവ് ചാർജ് വൂളൻ ക്ലോത്തിനും നെഗറ്റീവ് ചാർജ് എബനൈറ്റിനുമാണ് കേട്ടോ. റബ്ബറും കമ്പിളിയും കൂടെ ഉരസുമ്പോൾ കമ്പിളിയാണ് അവിടുത്തെ പോസിറ്റീവ്, നെഗറ്റീവ് അവിടുത്തെ റബ്ബറാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് പാർട്ടി വിശദമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. അടുത്ത സെക്കൻഡ് പാർട്ടിലെ നിങ്ങളെ 2 റബ്ബർ ബലൂണുകൾ പരസ്പരം തൊട്ടിരിക്കുന്ന വിധം തൂക്കിയിടുക, അവയ്ക്കിടയിൽ ഒരു കമ്പിളി വെച്ചുകൊണ്ട് പരസ്പരം ഉരസുക. അതിൻ്റെയൊക്കെ നോട്ട് തന്നതാണ് കേട്ടോ. അതിനകത്തിൽ ലൈക്ക് ചാർജ് റിപ്പൽ ആവുക അല്ലെ, സജാതീയ ചാർജുകൾ വികർഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ? അൺലൈക്ക് ചാർജ് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞതാവും നിങ്ങൾ. ഇതെല്ലാം ഓക്കെ ആയിരുന്നു, ഞാൻ പറഞ്ഞതെല്ലാം ഇതെല്ലാം ശരിയാ. ലൈക്ക് ചാർജ് എപ്പോഴും എന്താണ്? ലൈക്ക് ചാർജിന്റെ മലയാളമാണ് ഈ സജാതീയ ചാർജുകൾ കേട്ടോ. അത് റിപ്പൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ? വികർഷിക്കുക കേട്ടോ. അട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആകർഷിക്കുക, വികർഷിക്കുക, രണ്ടും അറിയണേ. റിപ്പൽ എന്ന് വെച്ചാൽ വികർഷിക്കുക കേട്ടോ. അട്രാക്ട്
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിജാതീയ ചാർജുകളാണ് വികർഷിക്കുന്നത്. ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. ഇത് ഇതുപോലെ തന്നെ എഴുതിയെടുക്കണേ. അടുത്ത ഇതൊക്കെ നമ്മൾ ടു ഒബ്ജക്റ്റ്, രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അവ രണ്ടിനും ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുമോ, അത് വികർഷിക്കപ്പെടുന്നുണ്ടെങ്കിലോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ. അഥവാ എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കണേ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ കുഞ്ഞുങ്ങളെ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അപ്പം നമുക്കിനി നോക്കിക്കേ, ഇനി നമ്മൾ പറയാനുള്ളത് അതായത് രണ്ടിതാവും നിങ്ങളെ ഒരേ ഇപ്പോൾ പോസിറ്റീവ് അതായത് പ്രോട്ടോണും കേട്ടോ. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ നമ്മൾ പറഞ്ഞതാ, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. അതൊക്കെ ഒന്ന് അറിയണേ കേട്ടോ. പ്രോട്ടോണിൻ്റെ ചാർജ് ഇവിടാണ് എനിക്ക് തെറ്റിയത്, പോസിറ്റീവ് ചാർജാണ് കേട്ടോ. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താവും നിങ്ങളെ, നെഗറ്റീവ് ചാർജാണ് കേട്ടോ. അപ്പോൾ രണ്ട് പോസിറ്റീവ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, പ്രോട്ടോണുമാണ്. രണ്ട് ഇലക്ട്രോൺ തന്നു കഴിഞ്ഞാൽ എന്താ, നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇലക്ട്രോണുമാണ് കേട്ടോ. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവർ അട്രാക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ നിങ്ങളെ, പ്ലസും മൈനസും വന്നാൽ അവർ അട്രാക്റ്റ് ചെയ്യും. ഇവിടാണ് നിങ്ങൾക്ക് തെറ്റരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റാ. ഞാൻ ഇലക്ട്രോൺ അതായത് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ട് എഴുതിയവർക്കറിയാം, ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രോട്ടോണും ന്യൂട്രോണും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങളെ തെറ്റ് തിരുത്തുക എന്നുള്ള ആളല്ലോ അല്ലയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നോക്കിയേ, പോസിറ്റീവ് എന്ന് വെച്ചാൽ പ്രോട്ടോണാണ്, നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇലക്ട്രോണാണ്. പ്രോട്ടോണും ഇലക്ട്രോണും കേട്ടോ. അപ്പം ഇത് രണ്ടും നോക്കിക്കേ, ഡിഫറൻറ്റ് സൈൻ അല്ലേ. ഡിഫറൻറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ ഈ ക്ലൂ ഓർത്താൽ മതി. അപ്പോൾ അവിടെ അട്രാക്ഷൻ ആയിരിക്കും കേട്ടോ. ആ ക്ലൂ ഓർക്കണേ നിങ്ങൾ, അട്രാക്ഷൻ ആയിരിക്കും. എന്നാൽ ഒരേ സൈൻ, ഇപ്പം മൈനസ് അല്ലെങ്കിൽ പ്ലസ് ഇത് ഇങ്ങനെ അടുപ്പിച്ച് ഇത് രണ്ടും വന്നു കഴിഞ്ഞാലാണ് എന്താ, റിപ്പൽഷൻ കേട്ടോ. അതങ്ങ് അറിഞ്ഞിരുന്നാൽ റിപ്പൽഷൻ. ഇതറിയാവുന്നവർക്ക്. അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ഇതിപ്പോൾ തിരിച്ചായാലും മറിച്ചായാലും ഡിഫറൻ്റ് അല്ലേ. ഡിഫറൻ്റ് വരുമ്പോൾ അട്രാക്ഷനും ഒരേ നമ്പർ വരുമ്പം റിപ്പൽഷനുമാണ്. അട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ആകർഷിക്കുക അല്ലേ, അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ ആണോ കുഞ്ഞുങ്ങൾ? ഇവിടെ എനിക്ക് തെറ്റിയായിരുന്നു, അത് എടുത്ത് പറയാൻ നോക്കിയേ. പ്ലസും അതായത് പ്രോട്ടോണും കൂടെ വന്നപ്പോൾ അത് റിപ്പലാണ്. നെഗറ്റീവും അല്ലേ, ഇലക്ട്രോണും വന്നപ്പോൾ അത് റിപ്പലാണ്. എന്താ, രണ്ടും ഒരേ സൈനാ. ഈ ഒരു ഇത് മാത്രം ഈ ചാപ്റ്റർ ഏതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ പടമൊക്കെ തന്നിട്ടില്ലേ കുഞ്ഞില്ലേ, ആ പടത്തിനകത്തിലെല്ലാം ഇതേലെ സൈൻ തന്നിട്ടുണ്ട്. ഈ സൈൻ അറിയാവുന്നവർക്ക് അത് എന്ത് ചെയ്യുക, റിപ്പലാണോ അട്രാക്ഷൻ ആണോ ഇപ്പം ഞാൻ പറയാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയാൽ ഡിഫറൻറ്റ് സൈൻ വന്നാൽ അത് റിയാക്ട് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അൺലൈക്ക് ചാർജ് അട്രാക്ട് ചെയ്യുകയും ലൈക്ക് ചാർജ് വികർഷിക്കുകയും കേട്ടോ, എന്ന് വെച്ചാൽ റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ ആണോ നിങ്ങളെ? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് അല്ലേ, രണ്ട് നെഗറ്റീവുകൾ തന്നാൽ അത് റിപ്പൽ എന്ന് വെച്ചാൽ എന്താ, ലൈക്ക്. ഓക്കെ ആണോ? അവിടെ എനിക്കൊരു തെറ്റ് സംഭവിച്ചു കേട്ടോ. അത് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ അതുപോലെ അങ്ങ് പഠിക്കത്തില്ലേ. ഇനി ഇത് ബാക്കിയുണ്ടവർക്ക് അറിയത്തുള്ളൂ അല്ലേ. നോക്കൂ നിങ്ങളെ, അടുത്ത ഇലക്ട്രിസിറ്റി കേട്ടോ. എന്താ ഈ ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓർ ഫ്ലോ ഓഫ് എ ചാർജ്. ചാർജുകളുടെ സാന്നിധ്യമോ ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ രൂപമാകും നിങ്ങളെ ഈ വൈദ്യുതി എന്ന് പറയുന്നത് അല്ലേ. എന്താ ഇലക്ട്രിസിറ്റി നമുക്കെല്ലാം അറിയാവുന്ന അല്ലേ. ഇപ്പം ഇലക്ട്രിസിറ്റി ഇല്ലാത്ത അല്ലേ, വൈദ്യുതി ഇല്ലാത്ത വീടുകളില്ല. അപ്പം നമുക്ക് വൈദ്യുതി എന്താണെന്ന് നമുക്ക് കണ്ടും കേട്ടും ഒക്കെ അറിയാം അല്ലേ. ചാർജുകളുടെ സാന്നിധ്യമോ ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം, ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. നമുക്കറിയില്ലല്ലോ എങ്ങനെയുള്ള ചോദ്യമാണ്. ഡാഷ് ഈസ് എ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം കേട്ടോ. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഒബ്ജക്റ്റ് ചാർജ്ഡ് ത്രൂ ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഈസ് കാൾഡ് എന്താ, ചാർജിങ് അല്ലേ. ദ ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജ് ഉള്ളവയാക്കി. നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്നു അല്ലേ, മൊബൈൽ ചാർജ് എന്തെല്ലാം ചാർജ് ചെയ്യുന്നുണ്ടല്ലേ. ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജ് ഉള്ളവയാക്കി മാറ്റുന്ന പ്രക്രിയയെ നമ്മളെന്താ, ചാർജിങ് അല്ലേ, വൈദ്യുതീകരണം എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. ചാർജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, വൈദ്യുതീകരണം, ചാർജിങ് എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യനാണ്. ഇനി ഇൻസുലേറ്റർ എന്നാൽ എന്താവും നിങ്ങൾ? ഇൻസുലേറ്റർ ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിലേ കേട്ടോ. ഇൻസുലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതൊക്കെ നമ്മൾ എടുത്തതാ അല്ലേ. ഇൻസുലേറ്റർ എന്ന് വെച്ചാൽ എന്താ, വൈദ്യുതി കടത്തിവിടാത്തതാണ് ഇൻസുലേറ്റർ അല്ലേ. വൈദ്യുതി, ദ ഇൻസുലേറ്റർ ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് കറണ്ട് ഇലക്ട്രിസിറ്റി. അതൊക്കെ നല്ലപോലെ അറിയണ്ട കേട്ടോ. വൈദ്യുതി കടത്തിവിടാത്തതിൻ്റെ ചിലപ്പോൾ ഒരു മാർക്ക് ചോദിക്കാം. ഇൻസുലേറ്ററാണ്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. എന്താ നിങ്ങളെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ, ഇൻ ഇലക്ട്രിക് ചാർജ് റിമൈൻസ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ദ ബീങ് ഏബിൾ ടു ഫ്ലോ സച്ച് ഇലക്ട്രിസിറ്റി ഈസ് കാൾഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. വൈദ്യുതി ചാർജ് ഒഴുകാൻ കഴിയാതെ
വൈദ്യുതി ചാർജ് അങ്ങോട്ട് പോകുന്നില്ല, ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥാനത്ത് തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയെ നമ്മൾ സ്ഥിത വൈദ്യുതി അല്ലെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. ഇത് ഈ 3 മെത്തേഡ് ഉണ്ട് കുഞ്ഞുങ്ങളെ. ചാർജിങ് ബൈ കണ്ടക്ഷന്, ചാർജിങ് ബൈ റബ്ബിങ്, ചാർജിങ് ബൈ ഇൻഡക്ഷന്. ഈ 3 ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ റബ്ബിങ് നമ്മൾ കുറേ പഠിച്ചു അല്ലേ. നമ്മളെന്താ മുടി അല്ലേ, നമ്മൾ ഒരു എന്താ ചീപ്പോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചീപ്പോ, ഒരു എന്തായിരുന്നു ബോള് അല്ലേ, എന്തോ ബോളാ, പ്ലാസ്റ്റിക്കിൻ്റെ ബോളോ, പ്ലാസ്റ്റിക് ബോളല്ലല്ലോ, ബലൂണ് അല്ലേ, അത് തന്നെ ബലൂണ് എന്ത് ചെയ്യുക, നല്ലപോലെ എന്താ ഉരച്ച് എന്ന് വെച്ചാൽ എണ്ണമയം ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആയിരിക്കണം. അങ്ങനെയുള്ള മുടിയുടെ അവിടോട്ട് നമ്മൾ ഈ നല്ലപോലെ ഉരച്ചതിന് ശേഷം കൊണ്ട് ആ മുടിയുടെ അവിടോട്ട് വെച്ചാൽ എന്താ, നമ്മൾ ഫസ്റ്റ് പാർട്ട് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലേ, ആ മുടിയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണാം അല്ലേ, അല്ലയോ. അതൊക്കെ നമ്മൾ പഠിച്ച റബ്ബിങ്ങിൻ്റെ പഠിച്ച ഉരസൽ മുഖേന ചാർജ് ചെയ്യുന്നതിൻ്റെ നമ്മൾ പറഞ്ഞതാ കേട്ടോ. അപ്പോൾ ഈ 3 അങ്ങ് എഴുതിയെടുക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ ആദ്യത്തെ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്താണ്, സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് വെച്ചാൽ എന്താണ്? ചാർജിങ് ബൈ കണ്ടക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻഡ് ഒബ്ജക്റ്റ് ബൈ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. അത് നല്ലപോലെ നോക്കണേ. ഒന്നാമത് നമ്മൾ പഠിക്കുന്നതാണ് ഏതാ 3 ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്ത് 3 ഉണ്ടെന്നാണ് പറയുന്നത് നോക്കണേ. ചാർജിങ് 3 വിധം ഉണ്ടെന്നാ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാർജിങ് 3 വിധമുണ്ട്. അതിൽ നമ്മൾ ഉരസൽ അല്ലെ, ചാർജിങ് ബൈ റബ്ബിൻ്റെ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ പറയുന്നത് ഏതാ, ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്താണ് നോക്കൂ നിങ്ങളെ. എന്താണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്താണ്? ചാർജിങ് ബൈ കണ്ടക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് ആൻഡ് ഒബ്ജക്റ്റ് by direct physical contact with a charged object. Here the two objects that came into contact will have similar charges അല്ലേ. ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. എന്താ നിങ്ങളെ, ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. ഇവിടെ സമ്പർക്കത്തിൽ വരുന്ന 2 വസ്തുക്കളും സമാന ചാർജുകൾ ആയിരിക്കും എന്നാ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാ. അതിൻ്റെ ഇവിടെ എന്താ അവിടെ 2 എക്സാമ്പിൾ, അതായത് ഗ്ലാസ് റോഡ് സ്പർശിച്ചതിന് ശേഷം ആഫ്റ്റർ ടച്ചിങ് ദ ഗ്ലാസ് റോഡ് അല്ലേ, എന്തായിരിക്കും അവിടെ റിപ്പൾഷനാണ് അല്ലേ, വികർഷണമാണ്. ബിറ്റ്വീൻ ദ പിത്തുബാൾസ് എന്ന് വെച്ചാൽ മെറ്റലിൻ്റെ കേട്ടോ. നമ്മളത് 1 പാർട്ടി പറഞ്ഞതാണ്. പിത്തുബാൾസ് ആൻഡ് ഗ്ലാസ് റോഡ്, അതും റിപ്പൾഷൻ അല്ലെങ്കിൽ വികർഷണമാണ് കേട്ടോ. അടുത്ത ഇത് അതിൻ്റെ തൊട്ട് താഴെ കുറേ 1 വേർഡ് ഉണ്ടായിരുന്നു, ഏത് ചാർജാണ് എന്നൊക്കെ ചോദിച്ചത്, അതും നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. പറഞ്ഞത് അത് 1 വേർഡ് ആട്ടോ. ഞാൻ ഈ 2ാമത്തെ പാർട്ട് കണ്ടവർക്ക് ഇത് വീണ്ടും കാണുമ്പോൾ ഇത് പിന്നെയും കേൾക്കണമെന്നുള്ള ഇത് വരും അല്ലേ, ഇല്ലയോ കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പഠിക്കുന്നത് എന്താണെന്നറിയാമോ, സ്ഥിത വൈദ്യുതി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം. ഈ നമ്മുടെ ടെസ്റ്റിനകത്തിൽ തന്നെ ഇപ്പോൾ ഒരു പടം തന്നാൽ ആ പടത്തിനോട് ബന്ധപ്പെട്ട ചോദ്യം അതിൻ്റെ തൊട്ട് താഴെയുണ്ട്. ആ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ ചോദ്യം ഉത്തരവുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇതാണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെയൊക്കെ എല്ലാം ടെസ്റ്റ് ഉണ്ടല്ലോ നിങ്ങളെ കണ്ടിത് കണ്ടോ. ഇതാണ്, അതായത് നമ്മൾ ഉരസുകയോ തൊടുകയോ ചെയ്യുമ്പോഴെല്ലാം വസ്തുക്കളിൽ വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടാം. ഉരസുകയോ നമ്മൾ പറഞ്ഞില്ലേ ഉരസുകയോ തൊടുകയോ ചെയ്യുമ്പോഴെല്ലാം വസ്തുക്കളിൽ വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടാം. സ്ഥിത വൈദ്യുതി പ്രയോജനപ്പെടുത്തുന്നത് എവിടെയെല്ലാമാണ്? പദാർത്ഥങ്ങൾക്ക് അനുയോജ്യമായ ചാർജ് നൽകി വിവിധ സന്ദർഭങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന ചിത്രങ്ങൾ നോക്കൂ. നമുക്ക് പഠനക്കുറിപ്പ് തയ്യാറാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് താഴെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. വർക്ക്ഷോപ്പുകളിൽ വാഹനങ്ങൾ നോക്കണേ കുഞ്ഞുങ്ങളെ. വർക്ക്ഷോപ്പുകൾ അതൊരു 1 വേർഡായിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന കേട്ടോ. നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അവിടെ വാഹനങ്ങൾ ഏത് പെയിൻറ്റാണ്? വാഹനങ്ങൾക്കൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കൊണ്ട് തട്ടിയോ മുട്ടി കഴിയുമ്പം വണ്ടിയും കൊണ്ട് വർക്ക്ഷോപ്പിൽ ചെല്ലത്തില്ലേ കുഞ്ഞുങ്ങളെ. അപ്പം ഏത് പെയിൻറ്റാണ് അവരടിക്കുന്നത് കേട്ടോ. എന്താണെന്നറിയോ, ഒന്നുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ. ആ സ്പ്രേയുടെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. 1 മാർക്കിന് ചോദിക്കാം. നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ വാഹനങ്ങളിൽ ഏത് സ്പ്രേ പെയിൻറ്റിങ്ങാണ് നടത്തുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേ അതാകുമ്പോൾ ഇളകി പോകത്തില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ആ പടം കൊടുത്തിട്ടുണ്ടോ? നമുക്ക് നോക്കിക്കേ. ആ വണ്ടിക്ക് നമ്മൾ പോസിറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അടിച്ചു കൊടുക്കുന്ന സ്പ്രേ നോക്കിക്കേ, അത് നെഗറ്റീവാണ്. എന്തുകൊണ്ടാണ് അത് 2 ഇത് കൊടുത്തത്? എങ്കിൽ നോക്കിയേ, ഇവർ ഈ പെയിൻറ്റ് ഇതിൽ നല്ലതുപോലെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. നമ്മൾ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ അത് റിപ്പലായി പോവും അല്ലേ, അത് അതിൽ പിടിക്കത്തില്ല. മനസ്സിലായോ നിങ്ങളെ? നെഗറ്റീവ് ആണെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞു അത് റിപ്പലായി പോവും. എന്നാൽ
ഡിഫറൻ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിവിടെ അട്രാക്ഷൻ ആവത്തുള്ളൂ. അത് രണ്ടും കൂടി അട്രാക്ഷനായി മാറത്തുള്ളൂ. അപ്പം തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാണ്ടോ? അത് അവിടെ അട്രാക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ചാർജുകളായിരിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ വണ്ടി പോസിറ്റീവ് ആണെങ്കിൽ അല്ലേ, ഏതോ വണ്ടി ആയിക്കോട്ടെ, ആ വണ്ടി പോസിറ്റീവ് ആണെങ്കിൽ അതിന് അടിച്ചു കൊടുക്കുന്ന ആ പെയിൻറ് ഏതായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം അല്ലേ. എങ്കിൽ മാത്രമല്ല അതങ്ങോട്ട് ഈ വണ്ടിയിൽ ആ പെയിൻറ് പിടിക്കത്തുള്ളൂ. ഇതും പോസിറ്റീവ് ആണെങ്കിലോ ഇതും പോസിറ്റീവ് ആണെങ്കിലോ ഇത് രണ്ടും റിപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും അതിൽ പിടിക്കാതെ ഒഴുകി ഇങ്ങ് താഴോട്ട് പോകുന്നതിന് അല്ലേ, അതിലത് പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ താഴെ ചോദ്യമുണ്ട്, നമുക്ക് എഴുതാം. നോക്കിയേ, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ദ പെയിൻറ് ഡ്രോപ്ലെറ്റ്. അവിടുത്തെ ആ പെയിൻറ്റിൻ്റെ കളർ ഏതാ, നമ്മളിപ്പോൾ ആ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതാ പറഞ്ഞേ, ആ ചാർജ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് എളുപ്പം പറയാൻ പറ്റും അല്ലേ. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ദ പെയിൻറ് ഡ്രോപ്ലെറ്റ്. ഏതാ കുഞ്ഞുങ്ങളെ ആ പെയിൻറ് തുള്ളികളുടെ ചാർജ്? നോക്കിയേ, ആ പെയിൻറ് തുള്ളികളുടെ ചാർജ് ഏതാ നോക്ക്, നെഗറ്റീവ് അല്ലേ. അത്രയേ ഉള്ളൂ, നെഗറ്റീവ്. അടുത്ത പെയിൻറ് ചെയ്യേണ്ട ഭാഗത്തിൻ്റെ ചാർജ് എന്താ? പെയിൻറ് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ വണ്ടിയല്ലേ, അതിൻ്റെ ചാർജ് ഏതാ? പോസിറ്റീവ് ചാർജ്. എന്തിലാണോ ചെയ്യേണ്ടത് അത് അല്ലേ. അടുത്തത്, വാട്ട് ഡു പെയിൻറ് ഡ്രോപ്ലെറ്റ് സ്റ്റിക്ക് ടു ദ ചാർജ് സർഫേസ്. അത് നമ്മൾ ചാർജ് ചെയ്ത ഉപരിതലത്തിൽ പെയിൻറ് തുള്ളികൾ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെ, എന്തുകൊണ്ട് ആ ചാർജ് അവിടെ പറ്റിപ്പിടിച്ചത്? എന്തുകൊണ്ടാവും ഞങ്ങളെ? രണ്ടും രണ്ട് ചാർജ് അല്ലേ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജും, അതുകൊണ്ടാണ് അതവിടെ പറ്റിപ്പിടിച്ചേ ഇല്ലേ. നിങ്ങൾ ഇതങ്ങ് നല്ലതുപോലെ മനസ്സിലാക്കുക കേട്ടോ. രണ്ടും ഡിഫറൻറ്റ് ചാർജ് ആണെങ്കിൽ മാത്രമേ അവിടെ അട്രാക്ഷൻ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് റിപ്പലാണ് എന്ന് വെച്ചാൽ വികർഷിക്കുകയാണ്. അത് ആ ഒരു എന്ന് വെച്ചാൽ ഇതേലെ വേറെ ഇത് തന്നെ ആയിരിക്കത്തില്ല നമുക്ക് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ക്വസ്റ്റ്യനും കാണുന്നത്, വേറെ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ ഇത് കാണാതെ പഠിച്ചുകൊണ്ട് പോയിട്ട് പ്രയോജനമില്ല. നിങ്ങൾ അത് ഓർക്കണം, ഇത് മൈനസും ഇത് പ്ലസ്സുമാണ് അല്ലേ. അതുകൊണ്ടാണ് അത് അവിടെ എന്ത് ചെയ്തത് നിങ്ങളെ, ആ പെയിൻറ് ആ വണ്ടിയിൽ പിടിച്ചത് അല്ലേ. എന്താ, പോസിറ്റീവ് ചാർജുള്ള കാറിൻ്റെ ബോഡിയും നെഗറ്റീവ് ചാർജുള്ള പെയിൻറ് ആ തുള്ളികളും തമ്മിൽ ആകർഷിക്കുന്നു. അത് നമ്മൾ പറഞ്ഞല്ലേ, മൈനസും പ്ലസും കൂടെ ചേരുമ്പോൾ അല്ലേ, മൈനസ് പ്ലസ് എന്ന് വെച്ചാൽ ഇത് വലിയ പ്ലസ്സാണ് കേട്ടോ. മൈനസും പ്ലസും കൂടി ചേരുമ്പോൾ അവിടെ അട്രാക്ഷനാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ ആണോ? അത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താണ്ടേ ഇതൊന്ന് അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. ഇതെന്തുവെന്നറിയോ? ഫോട്ടോ കോപ്പിയർ മെഷീൻ്റെ പ്രവർത്തനം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. പ്രിൻ്റ് എടുക്കുമ്പോൾ, നമ്മൾ പ്രിൻ്റൊക്കെ എടുക്കാനല്ലേ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രിൻ്റ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കൂളിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങളല്ലേ. അങ്ങനെ പ്രിൻ്റ് എടുക്കുമ്പോൾ ഈ ഡ്രമ്മിൻ്റെ ഉപരിതലത്തിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട അക്ഷരങ്ങളുടെ ആകൃതിയിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു വിതരണം കാണാം. ഉദാഹരണം എ എന്ന അക്ഷരം. ഇവിടെ നോക്കൂ, ഇവിടെ ഡ്രം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്തുവാന്ന് പറഞ്ഞ് നമ്മൾ തപ്പി നടക്കണ്ട അല്ലേ. ഓക്കെ, ഇവിടെ ഡ്രം ഏതാന്ന് നോക്കി. ഏതാണ്ട് ഈ സാധനം ഡ്രം എന്ന് വെച്ചാൽ എന്താ, ഉരുളുന്ന സാധനത്തെയാണ് നമ്മൾ ഡ്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പടത്തിനകത്തിൽ ഡ്രം കണ്ടോ നിങ്ങളെ. ഇനി അതിനകത്തിൽ തൊട്ടപ്പുറത്ത് കണ്ടോ ഒരു ടോണർ കൊടുത്തിട്ടുണ്ട്. ടോണറിൻ്റെ ചാർജ് നിങ്ങൾ ഈ ഓരോന്ന് നോക്കുമ്പോഴും അതിനകത്ത് ചാർജ് വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം കേട്ടോ. നമ്മുടെ ജോലി അതാ, ചാർജ് അടുത്തടുത്ത് വല്ലതും വരുന്നുണ്ടോ, ആകർഷിക്കുന്നുണ്ടോ അല്ലേ, റിപ്പലാണോ അട്രാക്ഷൻ ആണോ എന്നാണ് നമ്മുടെ നോട്ടം. ഇവിടെ നോക്കൂ നിങ്ങളെ, എ എന്ന് പറയുന്ന ഡ്രമ്മിന് ഇതുകൊണ്ട് കണ്ടോ, ഇവിടെ എ ഇംഗ്ലീഷിൽ വലുതായിട്ട് കൊടുത്തേക്കുന്നുണ്ടോ എ. ഇത് ഡ്രമ്മാണ് കണ്ടോ, ഇത് ടോണറാണ്. ടോണറിൻ്റെ ചാർജ് ഒക്കെ നെഗറ്റീവാണ്. പിന്നെ ചാർജ് ചെയ്യപ്പെട്ട പേപ്പർ കണ്ടോ, ചാർജ് ചെയ്യപ്പെട്ട പേപ്പർ. പിന്നെ പ്രിൻ്റ് ചെയ്യപ്പെട്ട പേപ്പർ, അവസാനം പ്രിൻ്റ് എടുക്കുമല്ലോ, അതിൻ്റെ പേപ്പർ ഇതാണ് തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ടോണർ കണങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ചാർജ് നോക്കിയേ. ടോണറിന് ഏത് ചാർജാണ് കൊടുത്തിരിക്കുന്നത്? നെഗറ്റീവ് ചാർജാണ്. കാരണം ആ പടം കാണുമ്പോഴേ നമുക്ക് അറിയാം കേട്ടോ. നമ്മുടെ നെഗറ്റീവ് കണ്ടോ, മൈനസ് അടിച്ച് വെച്ചേക്കുന്നുണ്ടോ, നെഗറ്റീവ് ചാർജാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഡ്രം കറങ്ങുമ്പോൾ ഈ ഡ്രം ഉണ്ടല്ലോ, ഈ സാധനം കറങ്ങും കേട്ടോ. ഇത് കറങ്ങുന്നതാണ് കേട്ടോ. ഇത് ഉരുണ്ട് പോകുന്നതുകൊണ്ട് ഉരുണ്ടിരിക്കുന്ന സാധനമല്ല, ഇത് ഉരുളുന്നതാണ്. ഇതിൻ്റെ താഴെ ഇതിൻ്റെ വലിയ വേറെ പടമുണ്ട് കുഞ്ഞുങ്ങളെ. ഈ ടോണർ കണങ്ങൾ ഇതിൽ പറ്റിപ്പിടിക്കാൻ കാരണം എന്താ കുഞ്ഞുങ്ങളെ? ഡ്രം കറങ്ങുമ്പോൾ ഈ ടോണർ ഉണ്ടല്ലോ, ഈ ടോണർ കണങ്ങൾ ഇതിൽ പറ്റിപ്പിടിക്കാൻ കാരണം എന്താണ് നോക്കിക്കേ. അതായത് അതിൻ്റെ തൊട്ട് താഴെ അപ്പം ചോദ്യം നിങ്ങൾ ആ പടം ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. പിന്നെ അടുത്ത ചോദ്യം എന്താണെന്നറിയാം, ഈ പേപ്പറിന് കൊടുക്കുന്ന ചാർജ് എന്താണ്? ഏതാ നമ്മൾ ഈ വെക്കുന്ന എന്താണോ ഫോട്ടോസ്റ്റാറ്റ് ചെയ്യാൻ വെക്കുന്ന ആ പേപ്പറിൻ്റെ കൊടുക്കുന്ന ചാർജ് അപ്പം ഏതാണ്? പിന്നെ ടോണർ കണങ്ങൾ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ കണങ്ങൾ എന്തുകൊണ്ടാണ് ആ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെ കുഞ്ഞുങ്ങളെ, ഇത് നെഗറ്റീവാണ്.
അല്ലേ? അപ്പോൾ മറ്റേത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അങ്ങനെ പോസിറ്റീവ് ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്തു ഇവ തങ്ങളിൽ പറ്റിപ്പിടിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, രണ്ടും റിപ്പൾഷൻ അടിച്ചു പോയേനി, ഇല്ലയോ? അത് നമുക്കൊന്ന് ചിന്തിച്ചുവിടാം. മുമ്പ് ഞാൻ ആ ഫസ്റ്റിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിലേ എന്താണ് അതിൻ്റെ തൊട്ട് താഴെ ഞാനൊന്ന് വായിച്ചു തരാം നിങ്ങൾ. അവിടെ ടെസ്റ്റിൽ ഇതെങ്ങനെയാണ് പ്രവർത്തനത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. ഫോട്ടോ കോപ്പിയർ മെഷീനെ കുറിച്ച് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. നോക്കിയേ, ഒരു ഫോട്ടോ കോപ്പിയർ മെഷീൻ്റെ പ്രധാന ഭാഗം ഒരു ഫോട്ടോ കണ്ടക്റ്റീവ് ഡ്രം ആണ് കുഞ്ഞുങ്ങളെ. ഡ്രം ദാണ്ട് ഇത് കണ്ടോ, ഈ ഡ്രം അതാണ് നമ്മുടെ ഇവിടെ ഈ ഡ്രം കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഡ്രമ്മാണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഡ്രമ്മാണ്. പിന്നെയോ, ഡ്രമ്മിൻ്റെ ഉപരിതലത്തിൽ ഒരു സ്റ്റാറ്റിക് പോസിറ്റീവ് ചാർജ് എപ്പോഴും നിലനിർത്തിയിട്ടുണ്ടാകും. ഈ ഡ്രമ്മിൻ്റെ നോക്കണേ കുഞ്ഞുങ്ങളെ, ഉപരിതലം ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും പുറമേയുള്ള ഈ ഉപരിതലത്തിൽ ഏത് ചാർജാ? ഒരു സ്റ്റാറ്റിക് പോസിറ്റീവ് ചാർജ്. ഏതാ കുഞ്ഞുങ്ങളെ? പോസിറ്റീവ് ചാർജ് എപ്പോഴും നിലനിർത്തിയിട്ടുണ്ടാകും. കോപ്പി ചെയ്യേണ്ട പ്രമാണം ഈ ഡ്രമ്മിൻ്റെ മുകളിലുള്ള ഗ്ലാസ് പേപ്പറിൽ വെച്ച ശേഷം തീവ്രമായ പ്രകാശം അതിലോട്ട് പതിപ്പിക്കുന്നു. അതാണ് ഈ ഡ്രമ്മിലോട്ട് കണ്ടോ, ഈ പേപ്പർ ഇവിടെ വെച്ചേക്കുന്ന കണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിൻ്റെ മണ്ടയിലാണ് ഈ പേപ്പർ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. കോപ്പി എടുക്കേണ്ട പേപ്പർ ഇവിടെ വെച്ചു. എന്നിട്ട് ഇവിടുന്ന് കണ്ടോ പ്രകാശം ഇവിടാണ് അതിൻ്റെ ലൈറ്റ് കൊടുത്തത്. ആ ലൈറ്റ് നോക്കി അതിലടിച്ചിട്ട് അത് എവിടോട്ടാണ് വരുന്നതെന്ന് നോക്കി. കണ്ടോ കോപ്പി ചെയ്യേണ്ട പ്രമാണം ഡ്രമ്മിൻ്റെ മുകളിലുള്ള ഗ്ലാസ് പേപ്പറിൽ വെച്ച ശേഷം തീവ്രമായ പ്രകാശം പതിപ്പിക്കുന്നു. ഈ പ്രമാണത്തിലെ വെള്ളഭാഗത്തിൽ നിന്നും പ്രകാശം പ്രതിഫലിക്കുകയും നമ്മൾ ഈ കൊടുക്കുന്ന അക്ഷരത്തിലെ ഇവിടെ എ എന്ന് പറയുന്ന ഒരു അക്ഷരം കൊടുത്തേ, ഇതിനകത്ത് ഈ എ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം വെള്ള കളറല്ലേ? ഈ എ മാത്രമല്ലേ ഉള്ളൂ കറുപ്പ്, ബാക്കി ഫുള്ള് വെള്ളയല്ലേ കുഞ്ഞുങ്ങളെ? അതാ ഉദ്ദേശിച്ചത്. ഇവിടെ പ്രമാണത്തിൽ വെള്ളഭാഗങ്ങളിൽ നിന്നും പ്രകാശം പ്രതിഫലിക്കുകയും ഡ്രമ്മിൽ പതിക്കുകയും ചെയ്യും. ഇതോടെ പ്രകാശം പതിക്കുന്ന ഡ്രമ്മിൻ്റെ ഭാഗങ്ങൾ വൈദ്യുത ചാലകമായിട്ട് അങ്ങ് മാറുകയും അവിടുത്തെ പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പ്രമാണത്തിലെ അവിടുത്തെ ഇരുണ്ട അക്ഷരമാണ് എ അല്ലേ? അതിലെ ചിത്രങ്ങളും പ്രകാശം പ്രതിഫലിക്കുന്നില്ല. അവിടെ എ മാത്രമേ ഉള്ളൂ ഇരുണ്ട, ബാക്കി മൊത്തം വെള്ളയാണ്. അതിനെ എന്ത് ചെയ്യുന്നു? പ്രകാശം എന്ത് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ? പ്രതിഫലിക്കുന്ന വൈദ്യുതി പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടുന്നു. എന്നാൽ പ്രമാണത്തിൽ ഇരുണ്ട അക്ഷരങ്ങളെ എന്ത് ചെയ്യുന്നില്ല? ഇവിടാണ് അറിയേണ്ടത്. ഇരുണ്ട അക്ഷരങ്ങളും ചിത്രങ്ങളും പ്രകാശം പ്രതിഫലിക്കുന്നില്ല. അതിനാൽ പ്രകാശം പതിക്കാത്ത ഭാഗങ്ങൾ ഇപ്പോഴും പോസിറ്റീവ് ചാർജ് നിലനിർത്തുന്നു. ഡ്രമ്മിൻ്റെ ഉപരിതലത്തിൽ അക്ഷരങ്ങളുടെയും ചിത്രങ്ങളുടെയും രൂപത്തിൽ പോസിറ്റീവ് ചാർജുകളുടെ ഒരു വിതരണം രൂപപ്പെടുന്നു. നെഗറ്റീവ് ചാർജ് നൽകിയിട്ടുള്ള ടോണർ കണങ്ങൾ ഉപയോഗിച്ചാണ് പോസിറ്റീവ് ചാർജുള്ള ഈ വിതരണം ദൃശ്യമാകുന്നത്. ഞാൻ ഈ വായിക്കുമ്പോൾ നിങ്ങൾ ആ പടം നോക്കണേ കേട്ടോ. പടം നോക്കണേ കുഞ്ഞുങ്ങളെ. നെഗറ്റീവ് ചാർജ് ആണ് നമ്മുടെ ടോണർക്ക് അല്ലേ? ആ കണങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ പോസിറ്റീവ് ചാർജുകളുടെ ഈ വിതരണം ദൃശ്യമാകുന്നത്. ഡ്രമ്മിൻ്റെ ഉപരിതലത്തിലൂടെ കടത്തിവിടുമ്പോൾ ആകർഷണം മൂലം പോസിറ്റീവ് ചാർജ് വിതരണത്തിനനുസരിച്ച് പറ്റിപ്പിടിക്കുന്നു. ഇതുവഴി ഡ്രമ്മിൻ്റെ ഉപരിതലത്തിൽ പ്രമാണത്തിൻ്റെ ഒരു ദൃശ്യം തന്നെ മോഹൻലാലിൻ്റെ ദൃശ്യമല്ല കേട്ടോ, ഈ പടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ കടലാസ് ഡ്രമ്മിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. ഈ കടലാസിന് ശക്തമായ പോസിറ്റീവ് ചാർജ് നൽകിയിട്ടുണ്ടാകും. ഇത് കാരണം ഡ്രമ്മിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ടോണർ കണങ്ങൾ കടലാസിലേക്ക് അങ്ങോട്ട് ആകർഷിക്കപ്പെടുകയും ചിത്രം കടലാസിലേക്ക് പതിയുകയും ചെയ്യുന്നു. കടലാസ് ഫ്യൂസർ യൂണിറ്റിലൂടെ കടത്തിവിട്ട് ടോണർ കണങ്ങൾ അതിൽ സ്ഥിരമായി പതിപ്പിക്കുന്നു. പ്രമാണങ്ങളുടെ തനിപ്പകർപ്പുകൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ഫോട്ടോ കോപ്പി എടുക്കുന്നത് ഇങ്ങനെയാണ് എന്നാ പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾ വാരി വലിച്ചു പഠിക്കണം. ഇതിനകത്ത് കുറേ ചോദ്യമുണ്ട്, അത്ര എഴുതിയാൽ നിങ്ങൾ നോക്കിയേ. ഇവിടെ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ദ പെയിൻറ് ഡ്രോപ്ലെറ്റ്? ആ പെയിൻറ് ഡ്രോപ്ലെറ്റിൻ്റെ ചാർജ് ഏതാണ്? നമുക്കവിടെ പറഞ്ഞല്ലേ, പെയിൻറ് തുള്ളികളുടെ ചാർജ് നെഗറ്റീവാണ്. ഓക്കെ, അടുത്ത പെയിൻറ് ചെയ്യേണ്ട അതേതാ? ഓക്കെ, അത് മുമ്പ് പറഞ്ഞു കുഞ്ഞുങ്ങൾ. ഇതാ ഫോട്ടോ കോപ്പി. വാട്ട് ഈസ് ദ ചാർജ് ഗിവൺ ടു ദ ടോണർ പാർട്ടിക്കിൾസ് ഹിയർ? ഇവിടെ ടോണർ കണങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ചാർജ് ഏതാണ്? നെഗറ്റീവാണ്. വാട്ട് കോസസ് ടോണർ പാർട്ടിക്കിൾസ് ടു സ്റ്റിക്ക് ടു ദ ഡ്രം ആസ് ഇറ്റ് റൊട്ടേറ്റ്? ഡ്രം കറങ്ങുമ്പോൾ ടോണർ കണങ്ങൾ ഇതിൽ പറ്റിപ്പിടിക്കാൻ കാരണം എന്താണ്? എന്താ കുഞ്ഞുങ്ങളെ? ദ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓഫ് ടോണർ ഈസ് അട്രാക്റ്റഡ് ബൈ ദ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഓഫ് ദി ഡ്രം. ഈ ഒരൊറ്റ വരി എഴുതിയാൽ മതി കേട്ടോ. The negative charged particles of a toner is attracted by the positively charged particles of the drum. കേട്ടോ, അത്ര എഴുതിയാൽ മതി. നിങ്ങൾ വാരി വലിച്ച് ഒരുപാട് എഴുതണ്ട.
അങ്ങനെയാണെങ്കിൽ ഈ ടോണറിൻ്റെ നെഗറ്റീവ് ചാർജ് അത് തന്നെ എൻ്റെ മലയാളം കേട്ടോ, ടോണറിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണികകൾ ഡ്രമ്മിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കണികകളാൽ ആകർഷിക്കപ്പെടുന്നു എന്നാണ്. മൂന്നാമത്തെ, പേപ്പറിന് കൊടുക്കുന്ന ചാർജ് ഏതാണെന്നാ? പേപ്പറിന് പോസിറ്റീവ് ചാർജാണ്, കാരണം മറ്റേത് നെഗറ്റീവ് അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇതിനകത്തിൽ പതിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യണം. അപ്പോൾ മറ്റേത് നെഗറ്റീവ് ആണെങ്കിൽ ഇതെന്താ? പോസിറ്റീവ് ആണ് കേട്ടോ. പേപ്പറിന് കൊടുക്കുന്ന ചാർജ് പോസിറ്റീവ്. വാട്ട് ഈസ് ദ ചാർജ് ഗിവൻ ടു ദ പേപ്പർ? പോസിറ്റീവ്. ടോണർ കണങ്ങൾ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? പേപ്പറിന്റെ പോസിറ്റീവ് ചാർജ് ഡ്രമ്മിൽ നിന്നും നെഗറ്റീവ് ടോണർ എടുത്ത ശേഷം അതിലൂടെ എന്ത് ചെയ്യുന്നു? അത് ചൂടാകുമ്പോൾ അതങ്ങ് ലയിച്ച് പോകുന്നു കേട്ടോ. അങ്ങനെ ഉദ്ദേശിച്ച അത് ചൂടാകുമ്പോൾ എന്ത് ചെയ്യുക? അത് നമ്മളിപ്പോൾ ഒരു പെയിൻറ് അടിച്ചതിന് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല കട്ടിയുള്ള ഒരു പേന വെച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്താ, നമ്മളത് തൊടാതിരുന്നാൽ അത് അതിലിരുന്ന് അങ്ങ് ഉണങ്ങും അല്ലേ? ചെറിയ ചൂട് അല്ലേ, ചൂടടിക്കുമ്പോൾ അതങ്ങ് ഇതാവും. അതേപോലെ ഉടനെ നമ്മൾ അതിനെ കൈയിട്ട് ചെയ്താലോ അതാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടോണർ എടുത്ത ശേഷം അത് ചൂടിലൂടെ ലയിച്ച് പോകുന്നു. ദ പേപ്പേഴ്സ് പോസിറ്റീവ് ചാർജ് പുൾസ് ദ നെഗറ്റീവ് ടോണർ ഫ്രം ദ ഡ്രം ദെൻ ലെറ്റ്സ് ഫ്യൂസ്ഡ് ബൈ ഹീറ്റ്. നിങ്ങൾക്കത് അത് വായിച്ചു നോക്കുമ്പം അതിൽ എന്താ കുറച്ചുകൂടി എളുപ്പമുള്ള സെൻറ്റൻസുകളും ഉണ്ടെങ്കിൽ അത് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് തരുന്നുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. ഇതിപ്പം ഒന്ന് ഓടിച്ചിട്ട് പറയുന്നതിൻ്റെ അനുസരിച്ച് അങ്ങ് എഴുതുന്നതേ ഉള്ളൂ കേട്ടോ. ടെസ്റ്റിലെ പറയുന്നതിൻ്റെ അനുസരിച്ച് എഴുതുന്നേ ഉള്ളൂ. ചാപ്റ്റർ ഫുള്ള് നോട്ടെന്നും പറഞ്ഞ് ഞാനിപ്പോൾ തരാം കേട്ടോ, 2-3 ദിവസത്തിനുള്ളിൽ തരാം. അപ്പം നമുക്ക് നല്ലപോലെ എഴുതാം കേട്ടോ. അടുത്ത അപ്പോൾ അത്രയേ ഉള്ളൂ കുഞ്ഞില്ല അതിനകത്തിൽ. ഇനിയുണ്ട് ഒരു സ്ഥിത വൈദ്യുതിയുടെ ദോഷകരമാകുന്ന സന്ദർഭങ്ങൾ. ഇപ്പം നമ്മൾ പഠിച്ച ഏതായിരുന്നു? സ്ഥിത വൈദ്യുതിയുടെ പ്രയോജനപ്പെടുത്തുന്ന എന്തൊക്കെയാണ്? ഈ സ്ഥിത വൈദ്യുതിയുടെ പ്രയോജനപ്പെടുത്തുന്ന 2 ഉദാഹരണങ്ങളാണ് വണ്ടിക്ക് നമ്മൾ പെയിന്റ് ചെയ്യുന്നത്, പിന്നെ ഫോട്ടോ കോപ്പിയർ മെഷീൻ. ഇത് 2 എന്താണ്? നമുക്ക് സ്ഥിത വൈദ്യുതി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ്. ഇനി ഇതുകൊണ്ട് പ്രയോജനം മാത്രമല്ല കുഞ്ഞുങ്ങളെ, ഇതുകൊണ്ട് ദോഷവുമുണ്ട് കേട്ടോ. സ്ഥിത വൈദ്യുതി കൊണ്ട് നമുക്ക് ഗുണങ്ങൾ മാത്രമല്ല ദോഷങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ദീർഘദൂര യാത്രകളിൽ വായുവുമായിട്ടുള്ള ഉരസൽ മൂലം വാഹനങ്ങളിലും യാത്രക്കാരിലും ശരീരത്തിൽ ചാർജ് ശേഖരിക്കപ്പെടാം. ഇത്തരം ചാർജുകൾ മറ്റു വസ്തുക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയില്ലേ? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന 2 സന്ദർഭങ്ങൾ വിശകലനം ചെയ്തു നോക്കൂ. ചിത്രം 10-16 ഒരു ഡോർ നോബ്, ഇത് കണ്ടോ നിങ്ങളെ, ഒരു ഡോറിന്റെ നോബില് തൊടുമ്പോൾ വിരലുകളിൽ ചെറിയ സ്പാർക്ക് രൂപപ്പെടുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലുള്ള കാരണങ്ങൾ ചർച്ചയിലൂടെ കണ്ടെത്തി നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു ഡോറിൻ്റെ നോബിൽ ചെന്ന് തൊടുമ്പോൾ, അതായത് നമ്മുടെ ശരീരത്ത് ഓൾറെഡി ചാർജ് ഉണ്ട് അല്ലേ, പിന്നെ നമ്മൾ ഓടുകയോ ചാടുകയും അല്ലേ, കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോന്നൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്ത് ചാർജ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ നോക്കിക്കേ, ഇവിടെ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ചെറിയ ഷോക്ക് ഏൽക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യമുണ്ട് അല്ലേ. സ്ഥിത വൈദ്യുതി നമ്മൾ അടിഞ്ഞുകൂടിയ ശേഷം നിങ്ങളൊരു ഡോർ നോബ് പോലുള്ള ലോഹവസ്തുക്കൾ സ്പർശിക്കുമ്പോൾ ചാർജ് നിങ്ങളുടെ ശരീരത്തിൽ നിന്നെന്നുണ്ട് കേട്ടോ. ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ വസ്തുവിലേക്ക് അതിവേഗം കടന്നു പോകുന്നു. അങ്ങനെ പെട്ടെന്നുള്ളൊരു കൈമാറ്റമാണ് നിങ്ങൾക്കത് ഷോക്കായിട്ട് അനുഭവപ്പെടുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ഇവിടെ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? നമ്മുടെ കൈ കൂടെ നെഗറ്റീവ് ചാർജ് അല്ലെ, നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ അല്ലേ, ഇലക്ട്രോൺ പോവുക അല്ലേ, ഇലക്ട്രോൺ. ഈ നെഗറ്റീവും ഇലക്ട്രോണും ഒക്കെ നമ്മൾ പറഞ്ഞ് കേട്ടോ, ഇലക്ട്രോൺ. അപ്പോൾ ഇതെന്താ? നോബെന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പാർക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തുമായിരിക്കും അവിടെ വരുന്നത്? സ്പാർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഒന്ന് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കണം അല്ലേ. ഇവിടെ സ്പാർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഏത് ചാർജ് ആയിരിക്കണം? ഇത് മലയാളം കേട്ടോ, മലയാളം നോട്ടാണ്. ഇംഗ്ലീഷ് മീഡിയക്കാരപ്പോൾ എങ്ങനെ എഴുതും? എൻ്റെ ഇംഗ്ലീഷ് നോട്ട് ഞാൻ എഴുതിയില്ലേ? ഉണ്ടോ ഇല്ല അതെ. Why do we get a small shock? അതായത് when you have these static charge build up and then touch a metal object like a doorknob, the charge quickly jump from your body to the object. This sudden jump is what you feel as a small shock or see tiny spark. അന്നേരം നമുക്ക് ചെറിയൊരു സ്പാർക്ക് ഏറ്റ പോലെ. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ മേശയിലോ സ്റ്റീലിൻ്റെ എന്തെങ്കിലുമൊക്കെ അലമാരിയുടെ സൈഡും ഒക്കെ ചിലപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ കൊള്ളുമ്പോൾ ഉണ്ടല്ലോ, ഒരുമാതിരി പെട്ടെന്ന് നമ്മുടെ കൈ പെട്ടെന്ന് വലിക്കും, എന്തോ എർത്തടിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിലെ ചാർജും നമ്മൾ ഏത് വസ്തുവിലാണോ ഏത് ഒബ്ജക്റ്റിലാണോ നമ്മൾ ടച്ച് ചെയ്ത് അതുമായിട്ടുള്ള ഒരു സമ്പർക്കം മൂലമാണ് നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഫോട്ടോ ഇലക്ട്രീഷ്യൻ. അതുപോലെ തന്നെ അതിനകത്തിലേ എർത്തിങ്ങിന് മുമ്പേ പിന്നെ എർത്തിങ് അല്ലേ,
ഓക്കെ, നോക്കൂ കുഞ്ഞുങ്ങളെ, എർത്തിങ് എന്താണ്? എർത്തിങ് അതിന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തൊട്ടാൽ ചാർജുകൾ അങ്ങനെ ഒരെണ്ണമുണ്ട് അല്ലേ? അതുപോലെ ഇലക്ട്രോണിക്കിൻ്റെ ഉപകരണങ്ങളിൽ ചെന്ന് നമ്മൾ തൊടുമ്പോൾ അല്ലേ, ചാർജ് ശേഖരിച്ച ഒരു വ്യക്തി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തൊട്ടാൽ ചാർജുകൾ പ്രയോഗിക്കുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കൂ നിങ്ങളെ, നമ്മളെ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുമ്പോൾ കയ്യിൽ സ്റ്റാറ്റിക് കയ്യുറ ധരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്നറിയാം, ഏതാണ്ട് നമ്മുടെ കൈ ഓൾറെഡി നെഗറ്റീവ് ചാർജ് അല്ലെ, ഇലക്ട്രോൺ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ വസ്തുവാണ്. കറണ്ടേ കയറി ആരെങ്കിലും കയറി പണിയാൻ പോവുമോ? അപ്പോൾ നോക്കൂ നിങ്ങൾ, അതിൻ്റെ ചാർജുകൾ തങ്ങളിലുള്ള ഇപ്പം നമ്മൾ ഈ ഡോറെ തൊട്ട കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. അത് തന്നെ അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ മൊബൈൽ ഫോണിൻ്റെ അതുപോലെയാണ് മൊബൈൽ വൈ മൊബൈൽ ടെക്നീഷ്യൻ യൂസ് ആൻറ്റിസ്റ്റാറ്റിക് ഗ്ലൗസുകൾ. അതായത് മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവർ ഈ ആൻറ്റിസ്റ്റാറ്റിക് കയ്യുറ ധരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മൊബൈൽ ടെക്നീഷ്യൻസ് യൂസ് ആൻറ്റിസ്റ്റാറ്റിക് ഗ്ലൗസ് ടു പ്രിവെൻറ്റ് ഡാമേജ് ടു ഇലക്ട്രിക് കോമ്പോണൻസ് കോസ്ഡ് ബൈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റിക് വൈദ്യുതി മൂലമുണ്ടാകുന്ന ആ ഇലക്ട്രോൺ ഘടകങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാനാണ് മൊബൈൽ ടെക്നീഷ്യന്മാർ ആൻറ്റിസ്റ്റാറ്റിക് കയ്യുറകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ചോദ്യവും ഇതിനകത്തിലുണ്ട്. എന്താ നിങ്ങൾ എർത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞില്ലല്ലോ. എന്താ എർത്തിങ്? അടുത്ത അതാ കേട്ടോ. അതായത് ഒരു വസ്തുവിനെ ഭൂമിയുമായിട്ട് സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എർത്തിങ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാ കേട്ടോ. നമ്മളൊരു വസ്തുവിനെ ഭൂമിയുമായിട്ട് സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് തന്നെയാണ്. ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. ദ എർത്ത് ഈസ് ആൻ ഇലക്ട്രോൺ ബാങ്ക്. അതിൻ്റെ വലിപ്പവും ചാലകതയും കാരണം ഇലക്ട്രോണുകളുടെ യഥേഷ്ടം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഭൂമിക്ക് കഴിയും. എത്ര വേണോലും കൊടുക്കാനും വാങ്ങിക്കാനും ആർക്ക് കഴിയും കുഞ്ഞുങ്ങളെ? അല്ലേ, ആർക്ക് കഴിയും? ഇലക്ട്രോണുകളുടെ യഥേഷ്ടം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ആർക്കാ? നമ്മുടെ ഭൂമിക്ക് കഴിയും. ഡ്യൂ ടു ഇറ്റ് സൈസ് ആൻഡ് കണ്ടക്ടിവിറ്റി ദ എർത്ത് ക്യാൻ ഡൊണേറ്റ് ആൻഡ് റിസീവ് ഇലക്ട്രോൺസിന് ഏത് ചാർജാണ് കുഞ്ഞുങ്ങളെ? നെഗറ്റീവ് ചാർജാണ് കേട്ടോ. ഇതിനാൽ ചാർജുള്ള വസ്തുക്കൾ എർത്ത് ചെയ്യുമ്പോൾ നിർവീര്യമാക്കപ്പെടുന്നു. ഇത് ഇലക്ട്രോണാണ് കേട്ടോ, അത് ഓർത്തോണേ. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഈ ഇലക്ട്രോൺ ഞാൻ ചിലപ്പോൾ ന്യൂട്രോൺ എന്നൊക്കെ ചിലപ്പോൾ കയറി പറഞ്ഞു പോകും, അങ്ങനെ ഒരു അബദ്ധം പറ്റിയേ. അപ്പോൾ ഇലക്ട്രോൺ നമ്മുടെ ഭൂമി എന്താണ്, അത് ഓർത്തോണേ. വലിപ്പവും ചാലകതയും കാരണം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എന്താ? ഭയങ്കര അല്ലേ? അതിൻ്റെ വലിപ്പവും കാരണം എന്താ? ഇലക്ട്രോണുകളുടെ യഥേഷ്ടം അത് നൽകുകയും ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതിനാൽ ചാർജുള്ള വസ്തുക്കൾ എർത്ത് ചെയ്യുമ്പോൾ നിർവീര്യമാക്കപ്പെടുന്നു. ഒബ്ജക്റ്റ് ആർ ന്യൂട്രലൈസ്ഡ് വെൻ എർത്തേൺഡ് അല്ലേ. അങ്ങനെ ഒരു ഇത് നമ്മുടെ ടെസ്റ്റിനകത്തിലുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ ചാർജുകളുള്ള വസ്തുക്കൾ എർത്തിങ് ചെയ്യുമ്പോൾ നിർവീര്യമാക്കപ്പെടുന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട് അല്ലേ. എർത്തിങ് മെക്കാനിസം ഇൻ സം സിറ്റുവേഷൻ എന്ന് പറയുന്നത് പറഞ്ഞത് കേട്ടോ. എന്ന് വെച്ചാൽ ഫ്യൂവൽ ടാങ്കേഴ്സ് ആർ എർത്തണ്ട് ബിഫോർ. വലിയ ടാങ്കർ വണ്ടി ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഫ്യൂവൽ കൊണ്ടുപോകുന്നത്. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, അവരതിൻ്റെ പുറയിൽ എന്ത് ചെയ്യുന്നു, ഭൂമിയായിട്ടൊരിത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചങ്ങല പോലൊരു ഇത് നിങ്ങൾ വലിയ വണ്ടിയുടെ ഒക്കെ പുറകെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഫ്യൂവൽ ടാങ്കർ ആർ എർത്തണ്ട് ബിഫോർ ലോഡിങ് ഓർ അൺലോഡിങ് ഫ്യൂവൽ ടു പ്രിവെൻറ്റ് സ്പാർക്ക് കേട്ടോ. അതുപോലെ ഇലക്ട്രോണിക് റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യന്മാർ യൂസ് എർത്തേണ്ട് ആൻറ്റിസ്റ്റാറ്റിക് ഗ്ലൗസ് ടു അവോയ്ഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ്. മുമ്പ് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ എന്തിന് വരുന്നതാ? എർത്തിങ് മെക്കാനിസം ഇൻ സം സിറ്റുവേഷൻസ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഇങ്ങനെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നമുക്ക് ഭൂമി എന്താണ്? ഇലക്ട്രോൺ അല്ലേ. മുമ്പ് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഇലക്ട്രോൺ, ഭൂമിക്കകത്തിൽ നെഗറ്റീവ് ഇലക്ട്രോൺ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തു നമ്മുടെ ഭൂമിയാണിത്. നോക്കിക്കേ, ഇലക്ട്രോൺ നോക്കിയേ, പോസിറ്റീവ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുക അല്ലേ. ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുക. ഇവിടെ നെഗറ്റീവ് ചാർജുള്ളൊരു വസ്തു അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ നോക്കിയേ ഇങ്ങോട്ട് കൊടുക്കുക. ഈ രണ്ട് പടം ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചോദ്യം ഏതായിരുന്നു? പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെയുള്ള ചാർജുള്ള വസ്തുക്കളെ എർത്തിങ് ചെയ്യുമ്പോൾ നിർവീര്യമാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ എഴുതിയില്ലേ അല്ലേ.
അത് എഴുതിയില്ല കുഞ്ഞുങ്ങൾ കേട്ടോ. അത് ഞാൻ അടുത്തതിൽ ഫുൾ നോട്ടായിട്ട് തരാം. നമ്മുടെ തലമുടിയിൽ ചാർജ് സ്വരൂപിക്കുന്നത്, നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞ തലമുടിയിൽ ചാർജ് സ്വരൂപിക്കുന്നത് എങ്ങനെയാ? ഉരസൽ മൂലമാണ് അല്ലേ? ഉരസൽ. ചാർജ് നിർവീര്യമാക്കുന്നതിന് ഒരു മാർഗ്ഗം നിർദ്ദേശിക്കാമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പുറത്തൊരു പടവും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുമ്പോൾ വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടാം. ഇത് നിർവീര്യമാക്കുന്നതിന് എർത്തിങ്ങിലൂടെ പറ്റും അല്ലേ? റിപ്പയർ ചെയ്യുന്നവർ ധരിക്കുന്ന മുമ്പ് നമ്മൾ ആ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ അതിനകത്ത് വരും അല്ലേ? റിപ്പയർ ചെയ്യുന്നവർ ധരിക്കുന്ന ആൻറ്റിസ്റ്റാറ്റിക് കയ്യുറകൾ അനുയോജ്യമായ എർത്തിങ് ചെയ്തവയായിരിക്കും. മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവർ ആൻറ്റിസ്റ്റാറ്റിക് കയ്യുറ ധരിക്കുന്നതിൻ്റെ കാരണം എന്താവും നിങ്ങളെ? അതും നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസറിൽ പറഞ്ഞു അല്ലേ? എന്തുവാ? സ്റ്റാറ്റിക് വൈദ്യുതി മൂലം ഉണ്ടാകുന്ന ഇലക്ട്രോണിക് ഘടകങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയാണ് അവർ മൊബൈൽ ടെക്നീഷ്യന്മാർ ഈ ആൻറ്റിസ്റ്റാറ്റിക് കയ്യുറകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സ്ഥിരവൈദ്യുതി അപകടമാകുന്ന ചില സന്ദർഭങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലെല്ലാം എർത്തിങ് സംവിധാനം എന്തെന്ന് സയൻസ് ആൻഡ് ഇവിടെ ഒരു കൊച്ചി മേളീന്ന് വന്നേ ഇങ്ങനെ ചാടുമ്പോൾ ആ മുടി കണ്ടോ എഴുന്നേറ്റിരിക്കുന്നത് കണ്ടോ? നമ്മൾ മുമ്പ് മുടിയുടെ കാര്യം പറഞ്ഞില്ലയോ? എന്തുകൊണ്ടാ? സമ്പർക്കത്തിലൂടെ വസ്തുക്കൾ ചാർജ് ചെയ്യുന്നതിലൂടെ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സമ്പർക്കരഹിതമായി വസ്തുക്കൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ഈ കൊച്ചിങ്ങനെ വരുമ്പോൾ ഈ മുടി ഇങ്ങനെ ഇരിക്കുന്നതിലും അത് ഈ ഭൂമിയിൽ വന്ന്, അതായത് ഇങ്ങനെ വന്ന് താഴെ വന്ന് തൊട്ട് കഴിയുമ്പോൾ ഈ മുടി അങ്ങ് താഴും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ ഇത് എയറിൻ്റെ പ്രശ്നം വരുന്നുണ്ട് അല്ലേ? എയർ അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത പാർട്ടിലിടാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി കുഞ്ഞുങ്ങളെ. പാർട്ട് 3 ആണ്. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എളുപ്പ വഴിക്ക് വേണ്ടിയാണ് എല്ലാം പറയുന്നത്. കാരണം ഫിസിക്സും മാത്സും ഒക്കെ പൊതുവേ എല്ലാവർക്കും പാടാണെന്നാണ് കുഞ്ഞുങ്ങളെ പറയുന്നത്. അതുകൊണ്ട് എളുപ്പ വഴിയിലെല്ലാം ഞാനങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.